ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻ കേട്ടിട്ടുണ്ടാവില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് ആക്ച്വലി ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ആണ് കേട്ടോ. അതായത് നമുക്ക് എന്താ കിട്ടുന്നത്? ഡൈബെൻസാൾ അസറ്റോണാ കിട്ടുന്നത്. അപ്പൊ ഡൈബെൻസാൾ അസറ്റോൺ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ഫിനൈൽ റിംഗ് ഉണ്ടാകും, CH ഡബിൾ ബോണ്ട് CH, C ഡബിൾ ബോണ്ട് O, CH ഡബിൾ ബോണ്ട് CH, ഫിനൈൽ റിംഗ്. ഇതാണ് ആക്ച്വലി ഡൈബെൻസാൾ. ഇത് ഫിനൈൽ റിംഗ് ആണ് കേട്ടോ. അതായത് ഇവിടെ ഫിനൈൽ റിംഗ് ഉണ്ട്, അതായത് PH ഉണ്ട്, സോറി, CH ഡബിൾ ബോണ്ട് CH, ഒരു ഫിനൈൽ റിംഗ് ഉണ്ട്. ഇതാണ് ആരെ അവർ തന്ന ഡൈബെൻസാൾ അസറ്റോൺ. ഈ ഡൈബെൻസാൾ അസറ്റോൺ എങ്ങനെ കിട്ടുന്നതെന്ന് അറിയോ? ശരിക്കും 2 ബെൻസാൾഡിഹൈഡ് അതേപോലെ ഒരു അസറ്റോണും തമ്മിൽ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ നടന്നാലാണ് നമുക്ക് ആര് കിട്ടുക? ഇയാൾ കിട്ടുക. നിങ്ങൾക്ക് കണ്ടൻസേഷൻ നിങ്ങൾക്ക് അറിയാം, ആൾഡോൾ കണ്ടൻസേഷൻ ഒക്കെ അറിയാം. ആദ്യം ഒരു ബെൻസാൾഡിഹൈഡും ഈ അസറ്റോൺ തമ്മിൽ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ നടക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ആ കിട്ടിയ പ്രൊഡക്റ്റ് വീണ്ടും ഇവിടെ 2 ബെൻസാൾഡിഹൈഡ് ഇല്ലേ, ആദ്യം ഇയാളും തമ്മിൽ ക്രോസ് ആൾഡോൾ നടന്നൊരു പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റുമായിട്ട് വീണ്ടും നിങ്ങൾ ഈ ബെൻസാൾഡിഹൈഡുമായിട്ട് കണ്ടൻസേഷൻ, ആൾഡോൾ കണ്ടൻസേഷൻ വീണ്ടും നടത്തിയാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണിത്. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2 മോളാണ് ഇവിടെ 1 മോളായിട്ട് മാറിയത്. നമ്മളിവിടെ എത്ര ആക്ച്വലി എടുക്കുന്നത്? ഇവിടെ ആക്ച്വലി 2 മോളാണ് ഇവിടെ 1 മോളായിട്ട് മാറുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ദ പെർസെൻറ്റേജ് ഈൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് ഈൽഡ് എങ്ങനെ കണ്ടുപിടിക്കുക? അത് നമുക്ക് ഇയാളുടെ മോളൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഇയാൾ എത്ര, ഇവിടെ 2 മോൾ ഇയാൾ എടുത്താൽ 1 മോൾ ഇയാൾ കിട്ടും. ഇയാൾ എത്ര മോൾ എടുത്തെന്ന് എങ്ങനെ നോക്കുക? ഇങ്ങനെ നോക്കുക. ഇയാളുടെ ഗിവൺ മാസ് തന്നിട്ടുണ്ട്, ഇയാളുടെ മോളിക്കുലർ മാസ് ചെയ്ത് നോക്കിയാൽ ബെൻസാൾഡിഹൈഡിന്റെ മോളിക്കുലർ മാസ് നിങ്ങൾ കൂട്ടിയാൽ C6H5, അതായത് ബെൻസാൾഡിഹൈഡ് എന്ന് വെച്ചാൽ എന്താ? ഇതാണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ആറ്റത്തിന്റെ മാസ് കൂട്ടിയാൽ നിങ്ങൾക്ക് 106 ആ കിട്ടുക. അപ്പൊ ഇയാളുടെ ഗിവൺ മാസ് എന്താ? ബെൻസാൾഡിഹൈഡിന്റെ ഗിവൺ മാസ് 5.3 തന്നിട്ടുണ്ട്. ഗിവൺ മാസ് ബൈ ആളുടെ മോളിക്കുലർ മാസ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? 1/20 മോളാ കിട്ടുക. എന്താ കിട്ടുക? 1/20 മോൾ. ഇയാൾ എത്ര കിട്ടി? ഇയാൾ എത്രയുടെ കിട്ടിയെന്ന് നോക്കിക്കേ, നമുക്ക് നോക്കാം. ഇയാള് എത്ര മാസം തന്നത്? 3.51 ഗ്രാം പ്രൊഡക്റ്റാ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇയാളുടെ മോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇയാളുടെ മാസ് തന്നിട്ടുണ്ട് 3.51 ആണ്. ഒരാളുടെ മാസ് എന്നാൽ അയാളുടെ മോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഇയാളുടെ ഇതിലുള്ള എല്ലാ ആറ്റത്തിന്റെയും മാസ് നിങ്ങൾ കൂട്ടിയാൽ അയാളുടെ മോളിക്കുലർ മാസ് 234 ആ കിട്ടുക. ചെയ്ത് നോക്കിയാൽ 0.015 ആണ് എന്തായിട്ട് വരിക? ഇവിടെ ഇത് ചെയ്ത് നോക്കിയാൽ കിട്ടുക. അപ്പം നമ്മൾ പെർസെൻറ്റേജ് ഈൽഡ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാന്നറിയോ? ആക്ച്വലി എത്ര കിട്ടിയത് ബൈ തിയററ്റിക്കൽ. ആക്ച്വലി നമുക്ക് എത്ര കിട്ടിയത് നോക്കിക്കേടാ. ശരിക്കും നമുക്ക് എത്ര കിട്ടിയത്? 0.015 ആ കിട്ടിയത്. അപ്പൊ 0.015 ബൈ ശരിക്കും എത്ര കിട്ടണം? 2 മോളിന് 1 മോള് കിട്ടണ്ടേ? അതാ. അപ്പൊ ഇയാൾ എത്ര എടുത്തത്? 2 മോൾ എടുത്തിട്ടില്ല, ഇയാൾ 1/20 മോൾ എടുത്തിട്ടുള്ളൂ. 2-ന് 1 വേണമെന്നുണ്ട്. കണ്ടില്ലേ? 2 മോളിന് 1 മോളാ. 2-ന് 1 വേണം ശരിക്കും. തിയററ്റിക്കൽ പ്രകാരം 2-ന് 1 വേണം. അതായത് ഇയാൾ എത്ര എടുത്തത്? 1/20 മോളല്ലേ. അപ്പൊ 2-ന് 1 ആണെങ്കിൽ 2-ന്റെ പകുതിയിൽ 1. അപ്പൊ 2-ന് 1 ആണെങ്കിൽ 1/20 1/20 പകുതി എന്താ? 1/20 പകുതി എന്താ? 1/40. അപ്പൊ 1/40 കിട്ടണം. അപ്പൊ 1/20ക്ക് 1/40 കിട്ടണം. അപ്പൊ തിയററ്റിക്കൽ പ്രകാരം 2-ന് 1 ആണ്. അതായത് ഞാൻ 2 എടുത്തിട്ടില്ല, എത്ര എടുത്തിട്ടുള്ളൂ? 1/20 മോൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ 2-ന് 1 എന്ന് പറയുമ്പോൾ 1/20ക്ക് ഇയാൾ 1/40 കിട്ടണം. ഇപ്പൊ തിയററ്റിക്കൽ പ്രകാരം ഇയാൾ എത്ര കിട്ടണം? 1/40 കിട്ടണം. 1/40 കിട്ടണം. ശരിക്കും എത്ര കിട്ടിയിട്ടുള്ളൂ? 0.015 കിട്ടിയിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ച അത്ര കിട്ടാണ്ടിരിക്കാൻ കാരണം കുറച്ച് ഇമ്പ്യൂരിറ്റി ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് ഈൽഡിന്റെ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ ആക്ച്വലി എത്ര കിട്ടിയത് എന്ന് എഴുതി വെക്കുക, ഡിവൈഡ് ബൈ ഇക്വേഷൻ പ്രകാരം തിയററ്റിക്കൽ പ്രകാരം എത്ര കിട്ടണം എന്ന് എഴുതി വെക്കുക, ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ ആൻസർ വരും. 60% ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. 60 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ പെർസെൻറ്റേജ് ഈൽഡിന്റെ ഇക്വേഷൻ എന്താ? ആക്ച്വലി എത്ര കിട്ടി ഡിവൈഡ് ബൈ ഇക്വേഷൻ പ്രകാരം എത്ര കിട്ടി ഇൻറ്റു 100 ചെയ്താൽ എന്ത് കിട്ടും? അയാളുടെ പെർസെൻറ്റേജ് ഈൽഡ് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.